പ്രൈസ് ലോർഡ്. സന്തോഷമുള്ളവർ നല്ല കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. പറയുവാൻ യോഗ്യതകളോ ആമേൻ നിഗളിക്കുവാനോ അഹങ്കരിക്കുവാനോ ആമേൻ പറഞ്ഞ് പ്രശംസി ആമേൻ നേടുവാനോ ഒന്നുമില്ലാത്ത ആമേൻ ആമേൻ ഹല്ലേലൂയ സാധുവായി എന്നെ ആമേൻ ദൈവം കണ്ടു, കർത്താവ് സ്നേഹിച്ചു, ദൈവം കരുതിയ ആ നല്ല വിധത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ലോകത്ത് നോക്കാമെങ്കിൽ എന്നെപ്പോലുള്ള ഒത്തിരി സമശിഷ്ടങ്ങൾ ആമേൻ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടപ്പോൾ കഷ്ടതയിലും പ്രയാസത്തിലും പ്രതിസന്ധിയിലും അകപ്പെട്ടിരിക്കുമ്പോൾ ആമേൻ കഴിവോ യോഗ്യതയോ പറയുവാനൊന്നുമില്ലാത്ത എന്നെ തേടി വന്ന സ്നേഹം ആമേൻ സാധുവായി എന്നെ സ്നേഹിച്ച ആ നല്ല രക്ഷകനെ ഇന്ന് പകലിലും സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്ന ആ നല്ല അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആമേൻ സ്വന്തമായി ആമേൻ എന്തെങ്കിലുമൊക്കെയാണെന്ന് ആമേൻ പറഞ്ഞ് അഹങ്കരിക്കുന്നവർ ഒന്ന് ശ്രദ്ധിച്ചു. ആമേൻ 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 ചെറിയൊരു പല്ലുവേദന മതി ആമേൻ സകലതും തകർന്നടിയുവാൻ. ഒരു വേദന ആമേൻ സഹിക്കുവാൻ കഴിയാത്ത ആമേൻ മനുഷ്യരാണ് നമ്മൾ ജഡത്തിലായിരിക്കുന്നത്. അതുകൊണ്ട് ആമേൻ ഈ ലോകത്ത് ആമേൻ നമ്മളൊന്നും നേടിയതല്ല, സ്വർഗത്തിലെ ദൈവം എല്ലാം തന്നതാണ്. ആമേൻ പറയുവാൻ പറഞ്ഞ് പ്രശംസിപ്പാൻ നമുക്കൊന്നും ഈ ലോകത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവൻ നമ്മളോട് ഒരു പ്രാവശ്യം കൂടെ കനിഞ്ഞതുകൊണ്ട്, ഒരു പ്രാവശ്യം കൂടെ നമ്മളോട് ദയ കാണിച്ചതുകൊണ്ട്, കരുണ കാണിച്ചതുകൊണ്ട് ഒന്ന് മാത്രമാണ് നമ്മൾ നിൽക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അവൻ ഒത്തിരി പണമുള്ളവർ, ഒത്തിരി സൗന്ദര്യമുള്ളവർ, ഒത്തിരി ആമേൻ വലിയ നിലകളിലൊക്കെ ആയിരിക്കുന്നവർ, ആമേൻ ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത് ആമേൻ ഫാമിലിയെ കാണാൻ ആമേൻ 2 ആഴ്ച കൂടുന്തോറും വരുന്നവർ, അങ്ങനെയൊക്കെ സാമ്പത്തിക നിലയിൽ നല്ല സ്റ്റാറ്റസിൽ നിൽക്കുന്നവർ, ആമേൻ ഈയിടെയും ആമേൻ ന്യൂസിൽ കേൾക്കുവാനിടയായി ആമേൻ വിമാന അപകടം. ആമേൻ ആമേൻ ഒന്ന് ചിന്തിച്ചു നോക്കണമേ. ആമേൻ നേടിയതെന്തെങ്കിലും കൊണ്ടുപോയോ? ആമേൻ ആമേൻ ഒരു മരണത്തിൽ സകലതും നഷ്ടപ്പെട്ടു പോയി. ഈ ലോകത്ത് പകരം വയ്ക്കുവാനോ പറഞ്ഞു പുകഴുവാനോ നമുക്കൊന്നുമില്ല. നമ്മൾ വിചാരിക്കും താഴെ കൂടെ നടന്നാൽ മാത്രമേ നമുക്ക് പ്രശ്നമുള്ളൂ. ആമേൻ മുകളിലും നമുക്ക് പ്രശ്നം തന്നെയാണ്. ആമേൻ എവിടെ പോയി ഒളിക്കാമെന്ന് വിചാരിച്ചാലും ആമേൻ നമ്മൾ മനുഷ്യരാണ്, ജഡത്തിൽ ജീവിക്കുന്നവരാണ്. പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും, പ്രതിസന്ധികൾ വന്നുകൊണ്ടേയിരിക്കും. അവിടെയൊക്കെ തളരാതെ നിൽക്കുവാനുള്ള ദൈവിക കൃപ നമുക്ക് ഓരോരുത്തർക്കും കർത്താവ് നൽകി പരിപാലിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചങ്കിയിലെ ചോര കൊണ്ട് അവൻ എന്നെയും വീണ്ടെടുത്തു, ചങ്കോടണച്ചവനെ നിന്നിൽ ഞാൻ ചാരിടുന്നു. ചങ്കിയിലെ ചോര കൊണ്ട് അവൻ എന്നെയും വീണ്ടെടുത്തു, ചങ്കോടണച്ചവനെ നിന്നിൽ ഞാൻ ചാരിടുന്നു, ചങ്കോടണച്ചവനെ നിന്നിൽ ഞാൻ ചാരിടുന്നു. കാൽവരിയിൽ ചിന്തിയ രക്തത്തിൻ ഫലമായി സാധുവായ എനിക്ക് ദാനമായി രക്ഷ നൽകി. കാൽവരിയിൽ ചിന്തിയ രക്തത്തിൻ ഫലമായി സാധുവായ എനിക്ക് ദാനമായി രക്ഷ നൽകി. ക്ഷീണിച്ചു ക്രൂശിൽ നിന്നും ദാഹിച്ചു വെള്ളം കേണു, കണ്ണിന്തയാവില്ലാതെ കൈപ്പു കാടിക്കൊടുത്തു, ദാഹിച്ചു ക്രൂശിൽ നിന്നും ദാഹിച്ചു
കണ്ണിൻ്റെ ഇല്ലാതെ കൈപ്പു കാടിക്കൊടുത്തു, ചങ്കിലെ ചോര കൊണ്ട് അവൻ എന്നെയും വീണ്ടെടുത്തു. ചങ്കോടണച്ചവനെ നിന്നിൽ ഞാൻ ചാരിടുന്നു, ചങ്കിലെ ചോര കൊണ്ട് അവൻ എന്നെയും വീണ്ടെടുത്തു. ചങ്കോടണച്ചവനെ നിന്നിൽ ഞാൻ ചാരിടുന്നു, ചങ്കിലെ ചോര കൊണ്ട് അവൻ എന്നെയും വീണ്ടെടുത്തു. ചങ്കോടണച്ചവനെ നിന്നിൽ ഞാൻ ചാരിടുന്നു, ചങ്കോടണച്ചവനെ നിന്നിൽ ഞാൻ ചാരിടുന്നു, ചങ്കോടണച്ചവനെ നിന്നിൽ ഞാൻ ചാരിടുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സന്തോഷമുള്ളവർ ആ നല്ല കർത്താവിനെ ഇന്ന് പകലിലും ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. 2000 വർഷങ്ങൾക്ക് മുമ്പേ കാൽവരി ക്രൂശിൽ ചിന്തിയ ആ നല്ല രക്തം, ആമേൻ, എന്നെയും കർത്താവ് വീണ്ടും ജീവന്റെ ദേശത്ത് ജീവനുള്ള ദേഹിയാക്കി നിർത്തുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ ചങ്കിലെ ചോര തന്നതുകൊണ്ട് മാത്രമാണ്, ആമേൻ, ഹല്ലേലൂയ, ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പേ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടേണ്ട സ്ഥാനത്ത്, ആമേൻ, മരണത്തിന് വേണ്ടി കൊതിച്ച സമയങ്ങളുണ്ടായിരുന്നു, ദൈവത്തോട് ചോദിച്ച സമയങ്ങളുണ്ടായിരുന്നു. ആമേൻ, ഒന്ന് ജീവനെ എടുത്തെങ്കിൽ മതിയായിരുന്നു. ആമേൻ, ആ നല്ല കർത്താവിൻ്റെ സ്നേഹം രുചിച്ചറിയുന്നതിന് മുന്നേ, ആമേൻ, ഒത്തിരി, ആമേൻ, വഴികളിലൂടെയൊക്കെ സഞ്ചരിച്ചു നോക്കി. ആമേൻ, എങ്ങനെ തൽക്കാലം ഒരു, ആമേൻ, ആശ്വാസം ജീവിതത്തിനകത്ത് ലഭിക്കാം, സമാധാനം ലഭിക്കാം, ആമേൻ, എന്നൊക്കെ ഓടി അലഞ്ഞ ഒരു സമയമുണ്ടായിരുന്നു. സ്വസ്ഥതയില്ലാതെ, സമാധാനമില്ലാതെ, ആമേൻ, ഓടിയ സമയങ്ങൾ. ആമേൻ, ഇന്ന് പകൽ ഞാൻ ചിന്തിച്ചു, അതൊക്കെ ഒരു തരത്തിൽ, ആമേൻ, ദൈവപ്രവൃത്തിക്ക് കാരണമായി തീർന്നു. ആമേൻ, ദൈവം അന്ന് കരുതിയതുകൊണ്ട്, സ്വർഗം എന്നെ സ്നേഹിച്ചത് കൊണ്ട്, ആമേൻ, കരയുന്ന ഒത്തിരി പേരെ ആശ്വസിപ്പാൻ ലോകം അംഗീകരിച്ചില്ലെങ്കിലും, ആമേൻ, കൈത്താങ്ങേണ്ടവർ അംഗീകരിച്ചില്ലെങ്കിലും എന്നെ കാണുന്ന ഒരുവനുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നെ നന്നായി അറിയുന്നൊരു ദൈവമുണ്ട്. ആമേൻ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ലോകത്ത്, ആമേൻ, ഒന്നിൻ്റെ പേരിലും അഹങ്കരിപ്പാൻ, ആമേൻ, ഒന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ഈ നേടുന്നതും അധ്വാനിക്കുന്നതും കൂട്ടിവെക്കുന്നതുമെല്ലാം, ആമേൻ, അത് വ്യർത്ഥമാണ്. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തെ നശിപ്പിക്കും, സമാധാനത്തെ നശിപ്പിക്കും, സ്വസ്ഥതയെ നശിപ്പിക്കും. ആമേൻ, ഹല്ലേലൂയ. പക്ഷേ നശിപ്പിക്കാത്ത ഒരേ ഒരു സ്നേഹം മാത്രമേ ഉള്ളൂ. അത് കാൽവരി ക്രൂശിലെ സ്നേഹമാണ്. അതെന്നും നമ്മളോടൊപ്പം അവസാനം വരെയും, നമ്മൾ ഒറ്റയ്ക്കായിരിക്കുന്ന സമയത്തും കൂടെയുള്ള ഒരേ ഒരു സ്നേഹം, അത്, ആമേൻ, കാൽവരി ക്രൂശിലെ സ്നേഹമാണ്. ആമേൻ, കൂടെ മരിക്കും എന്ന് പറയുന്നവർ പോലും തള്ളിക്കളയുന്ന, ആമേൻ, ഞാനില്ലെങ്കിൽ, അല്ലെങ്കിൽ നീ ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കുവാൻ കഴിയില്ല എന്ന് പറയുന്ന ലോകമെല്ലാം ഇന്ന് മാറി, വ്യത്യസ്തമായി. ആമേൻ, ഹല്ലേലൂയ. നീ ഇല്ലെങ്കിൽ, ആമേൻ, എനിക്കടുത്തൊന്ന് എന്ന് ചിന്തിച്ച്, ആമേൻ, ഇറങ്ങിപ്പോകുന്ന ലോകം. പ്രൈസ് ദി ലോർഡ്. ലോകത്തിനും ലോകമോഹങ്ങൾക്കും വേണ്ടി, ആമേൻ, ഉറ്റവരെയും ഉടയവരെയും, ആമേൻ, വെറുക്കുന്ന, ആമേൻ, ലോകം. ആമേൻ, ഹല്ലേലൂയ. അത്രത്തോളം പാപം നിറഞ്ഞ ജീവിതത്തിൽ, പാപം നിറഞ്ഞ ലോകത്തിൽ, ആമേൻ, ആമേൻ, നമുക്ക് ഏവർക്കും പറയുവാൻ കഴിയണം, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുള്ള കിരീടം, ആമേൻ, എനിക്കായി ഒരുക്കി വെച്ചിരിക്കുന്നു. ആ നീതിയുള്ള കിരീടം പ്രാപിപ്പാൻ, ആമേൻ, നിന്ന വിഷയമല്ല,
പരിഹാസം വിഷയമല്ല, ഒറ്റപ്പെടൽ വിഷയമല്ല, ആരൊക്കെ കൂടെ ഉണ്ട് എന്നത് വിഷയമല്ല. നിത്യതയിൽ പോകാൻ ആരും വേണ്ട, ഭർത്താവും വേണ്ട, ഭാര്യയും വേണ്ട, മക്കളും വേണ്ട, സഭ വേണ്ട, ലോകത്താരും വേണ്ട. നിത്യത വേണമെങ്കിൽ ആമേൻ സ്വർഗത്തിലെ ദൈവത്തിന് മാത്രമേ തരുവാൻ കഴിയൂ. ലോകത്ത് ഇതൊക്കെ താൽക്കാലികമാണ്. നമ്മൾ സ്നേഹിക്കുന്നതെല്ലാം, നമ്മൾ കൂട്ടിവെക്കുന്നതെല്ലാം, നമ്മൾ ചേർത്ത് വയ്ക്കുന്നതെല്ലാം, നമ്മൾ ആമേൻ ഇന്ന് അഹങ്കരിക്കുന്നതെല്ലാം ആമേൻ താൽക്കാലികമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തെക്കാൾ ഉപരി എന്തിനെ നമ്മൾ സ്നേഹിക്കുന്നു ആമേൻ, അത് നമ്മുടെ ജീവിതം പരാജയമാണ്. ആമേൻ, അത് പരാജയമാണ്, അത് പരാജയമാണ്. ഹല്ലേലൂയ, ആമേൻ. ദൈവത്തെ ചേർത്ത് നിർത്തുവാൻ ആരൊക്കെ തയ്യാറാണോ, സ്വർഗത്തിലെ ദൈവത്തെ ആര് സ്നേഹിക്കുവാൻ തയ്യാറാണോ, നമ്മുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കാൻ തയ്യാറാണോ, ആമേൻ, സ്വർഗം നമ്മളെ ഒരിക്കലും കൈവിടത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. പ്രത്യാശയുള്ള ഒരു ദൈവ പൈതന് പറയുവാൻ കഴിയും, ആമേൻ, ഞാൻ നല്ല ഓട്ടമാ ഓടുന്നത്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ റൂട്ട് ശരിയാ, ആമേൻ, ഞാൻ പോകുന്ന യാത്ര ശരിയാ, ആമേൻ. അതുകൊണ്ട് ചെറിയ ആമേൻ ഒറ്റപ്പെടലുകളോ അകൽച്ചയോ ഒന്നും നമുക്ക് ആമേൻ ഒന്നും ഒരു ഭാരം ഉണ്ടാകത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് വ്യക്തി ബന്ധങ്ങൾക്കകത്ത് സ്നേഹങ്ങളില്ല. ആമേൻ, ആമേൻ. ഇന്ന് ഞാൻ, നാളെ നീ, ആമേൻ, അങ്ങനെ ഇരിക്കുന്ന ആമേൻ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കൾ അങ്ങനെയായിരിക്കരുത്. ഏതു നേരവും വിശ്വാസവും പ്രത്യാശയും ആമേൻ എപ്പോഴും പ്രാർത്ഥിപ്പിൻ, ഇടപെടാതെ ജാഗരിപ്പിൻ. ആമേൻ, ദൈവത്തോട് എപ്പോഴും ചേർന്നിരുന്ന് ദൈവിക അനുഗ്രഹങ്ങളും ദൈവിക വിടുതലുകളും പ്രാപിപ്പാൻ സ്വർഗം നമ്മളെ ഏവരെയും സഹായിക്കട്ടെ. ആമേൻ. അല്പസമയ ദൈവവചന ചിന്തയ്ക്കായി നമുക്കൊരു വേദഭാഗം വായിക്കാം. നഹൂം പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. നഹൂം പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ ആമേൻ 7-ാമത്തെ വാക്യം. യഹോവ നല്ലവനും കഷ്ടദിവസത്തിൽ ശരണവുമാകുന്നു, തങ്കൽ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. യഹോവ നല്ലവനും കഷ്ടദിവസങ്ങളിൽ ആമേൻ ശരണവുമാകുന്നു, തങ്കൽ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. കഷ്ട ദിവസത്തിൽ നല്ല ശരണമായ കർത്താവ്, നല്ലവനായ കർത്താവ്, ആമേൻ, ആമേൻ, ദൈവസന്നിധിയിൽ ആശ്രയിച്ചായിരിക്കുന്ന ഒരു ആമേൻ ഭക്തനെയും കൈവിടാത്ത കർത്താവ്. ഇന്ന് പകലിൽ എത്ര പേർക്ക് പറയുവാൻ കഴിയും, എൻ്റെ കഷ്ടതയിൽ അവൻ നല്ലൊരു സങ്കേതമാണ്, എൻ്റെ കഷ്ടതയിൽ അവൻ നല്ലൊരു കോട്ടയാണ്. ആമേൻ. സങ്കീർത്തനം ഇപ്രകാരം പറയുന്നു, ആമേൻ, ഹല്ലേലൂയ. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. പർവ്വതങ്ങൾ കുലുങ്ങട്ടെ, ആമേൻ, സമുദ്രം നമ്മളെ തകർക്കുവാൻ, ആമേൻ, 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 ആഞ്ഞടിച്ചു വീശി നമ്മളെ മുക്കിക്കളയുവാൻ പ്രതികൂലത്തിൻ്റെ കാറ്റുകളെ കൊണ്ടുവരട്ടെ. ഇന്ന് പകലിലും ആ പ്രശ്നത്തെ നോക്കി വിളിച്ചു പറയണം, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും നല്ല തുണയാ. എൻ്റെ കർത്താവ് എൻ്റെ കഷ്ടത്തിൽ ഏറ്റവും നല്ല തുണയാ, അവൻ്റെ സങ്കേതമാ, അവൻ എൻ്റെ കോട്ടയാ, അവൻ എൻ്റെ ബലമാ, അവൻ എൻ്റെ പാറയാ. ആമേൻ. അവനിൽ ആശ്രയിക്കുന്നത് കൊണ്ട് ഞാൻ തകർന്നു പോകുവാൻ, ഞാൻ കുലുങ്ങിപ്പോകുവാൻ, ഞാൻ വീണു പോകുവാൻ എൻ്റെ ദൈവം എന്നെ അനുവദിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ അറിഞ്ഞൊരു ദൈവ പൈതലിന് വിശ്വാസത്തോടെ തന്നെ പറയുവാൻ കഴിയും, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ പേടിക്കും. സങ്കീർത്തനം 27 വളരെ വ്യക്തമായി പറയുന്നു, യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും. യഹോവ എൻ്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും. പ്രൈസ് ദി ലോർഡ്. നിന്നെ വിഴുങ്ങുവാൻ തക്കതായി വൈരികളും ശത്രുക്കളുമായ ദേഹികൾ നിന്റെ മാംസം തിന്നുവാൻ നിന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. ഒരു സൈന്യം നിന്റെ നേരെ പാളയം ഇറങ്ങിയാലും ആമേൻ, നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇന്ന് പകലിലും നിനക്ക് ചുറ്റും സൈന്യമായി നിന്നെ തകർക്കുവാൻ, ആമേൻ, നിന്റെ കുടുംബത്തെ മുടിച്ചു കളയുവാൻ, നിന്റെ തലമുറകളെ മുടിച്ചു കളയുവാൻ, നിന്റെ സാമ്പത്തിക മേഖലയെ മുടിച്ചു കളയുവാൻ, ആമേൻ, സ്വന്തം ഭവനത്തിൽ നിന്നെ കിടത്തത്തില്ലെന്ന് പറഞ്ഞു പിശാച് വാദിച്ചു ആ ദേശത്തു നിന്ന് നിന്നെ ഓടിക്കുവാൻ, ആമേൻ, ഇനി മതി, എന്തിനാ താമസം
താമസിച്ചത് മതി, വിറ്റ് കളഞ്ഞിട്ട് എങ്ങോട്ടെങ്കിലും പോയി ഒന്ന് രക്ഷപ്പെടാമെന്ന് പറഞ്ഞു പിശാചിന്റെ നിന്റെ ഉള്ളിനകത്ത് വിതയ്ക്കുന്ന വിത്തുണ്ടല്ലോ, ആ പിശാചിന്റെ തന്ത്രങ്ങളെ ചവിട്ടി മെതിച്ചിട്ട് ഇന്ന് പകലിൽ വിശ്വാസത്തോടെ വിളിച്ചു പറ, യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ പേടിക്കും? യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ ഭയപ്പെടും? ആമേൻ ആമേൻ. ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയാലും നിന്റെ മുമ്പിൽ നിൽക്കുന്നത് ഒന്നല്ല, ഒരു സൈന്യമാ. പരിശുദ്ധാത്മാവ് വ്യക്തമായി ചില കുടുംബങ്ങളോട് ദൂത് വിളിച്ചു പറയുന്നു. ആമേൻ. ഒരു വ്യക്തിയല്ല നിനക്ക് വിരോധമായി എഴുന്നേറ്റിരിക്കുന്നത്, ഒരു സൈന്യം നിന്റെ നേരെ പാളയമിറങ്ങിയാലും. ചൂടമന വൈശമന ഹതനഘടക ശിയാംധന അൽഗൽ പ്രൗഢമന ധീബലഘടക ശംധനെ അർത്ഥനാരകൾ പ്രൗഢമന. ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയാലും ഞാൻ ഭയപ്പെടത്തില്ല. ഇന്ന് പകൽ വിശ്വാസത്തോടെ വിളിച്ചു പറ, എന്റെ കുടുംബ ജീവിതത്തിന് നേരെ, എന്റെ തലമുറകൾക്ക് നേരെ, എന്റെ തൊഴിലിന് നേരെ, എന്റെ വിശ്വാസത്തിന് നേരെ ഒരു സൈന്യം പാളയമിറങ്ങിയാലും ഞാൻ ഭയപ്പെടത്തില്ല. കാരണം എന്താ? ആമേൻ ഹല്ലേലൂയ. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ആമേൻ, ഭൂമി കുലുങ്ങിയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യ വീണാലും അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും ഞാൻ ഭയപ്പെടത്തില്ല. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതൽ, ആമേൻ, ഉപവസിക്കുന്ന ദൈവ പൈതലെ, വിശ്വാസത്തോടെ നീ ആമേൻ ഉപവാസ പ്രാർത്ഥനയിൽ ശക്തമായി നീ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. നിന്റെ ആദരം ദൈവസന്നിധിയിൽ പകർന്നുകൊണ്ടിരിക്കുക. എന്റെ കുടുംബത്തിന് വിരോധമായി എഴുന്നേൽക്കുന്ന, എന്റെ തലമുറകൾക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന, എന്റെ കുടുംബ ജീവിതത്തിന് വിരോധമായി എഴുന്നേൽക്കുന്ന, എന്റെ നന്മയ്ക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന ആ ദുഷ്ടശക്തികളെ ഞാൻ ഈ പ്രാർത്ഥനയിൽ തകർക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നിന്റെ കഷ്ടത സ്വർഗം കാണുന്നുണ്ട്, നിന്റെ ബുദ്ധിമുട്ട് അവൻ കാണുന്നുണ്ട്, നിന്റെ ഞെരുക്കം അവൻ കാണുന്നുണ്ട്, നിന്റെ ഉപവാസവും പ്രാർത്ഥനയും സ്വർഗം കാണുന്നുണ്ട്. അവൻ യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവമാ. നീ വിട്ടുട്ടോടാൻ ശ്രമിക്കുന്തോറും, ആമേൻ, നീ അകലാൻ ശ്രമിക്കുന്തോറും സ്വർഗം പറയുന്നു, നിന്നെ നട്ടതവനാണെങ്കിൽ നിന്നെ വളർത്തുന്നത് സ്വർഗമാ. അപ്പല്ലോസും നട്ടു, ദൈവം അതിനെ വളർത്തി. ഇന്ന് പകലിൽ നീ നട്ടിട്ടുണ്ടെങ്കിൽ നിനക്ക് നടാനുള്ള ജോലിയാ. പരിശുദ്ധാത്മ വ്യക്തമായി ദൂത് പറയുന്നു, നിനക്ക് നടാനുള്ള ജോലിയാ, വളർത്തുന്നത് സ്വർഗമാ. വിശ്വാസത്തോടെ നട്ടു തുടങ്ങിക്കോ, വിശ്വാസത്തോടെ കുഴികളെ വെട്ടി തുടങ്ങിക്കോ. ചില വരണ്ട നിരങ്ങളെ, ചില മരുഭൂമികളെ നീരോട്ടമാക്കി തീർക്കുവാൻ കുഴിവെട്ടി നീ നട്ടു തുടങ്ങിക്കോ. ആമേൻ. വളർത്തുന്നത് ദൈവമാണ്. പരിശുദ്ധാത്മാവ് ആരോടൊക്കെയോ ആമേൻ വ്യക്തമായി ദൂത് പറയുന്നു, നീ കുഴിവെട്ടി അതിൽ നീ നട്ടു തുടങ്ങിക്കോ. സ്വർഗം വളർത്തുവാൻ പോകുന്നു. ആമേൻ. നിനക്ക് നടാൻ മാത്രമേ ഉള്ളൂ ചുമതല, വളർത്തുന്നത് സ്വർഗമാണ്. പരാജയങ്ങളെ വിജയമാക്കി തീർക്കുന്ന ദൈവം. ചില പരാജയത്തിന്റെ കടലുകളെ, ചില ആമേൻ പരാജയത്തിന്റെ ഭവനങ്ങളെ ശംധന വൈഡഘടക ശിയാംധന പരാജയത്തിന്റെ വിധിയെഴുത്തുകളെ, നാശത്തിന്റെ വിധിയെഴുത്തുകളെ, ഉയരത്തില്ലെന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുന്ന വിധിയെഴുത്തുകളെ ദൈവം പറയുന്ന ആമേൻ വാക്കിത ആമേൻ വീണ്ടും പരിശുദ്ധാത്മാവിനോട് വാക്ക് ആവർത്തിക്കുവാൻ പറയുന്നു, നീ നട്ടാ മതി, വളർത്തുന്നത് സ്വർഗമാ. ആമേൻ ആമേൻ ഹല്ലേലൂയ. തളിപ്പിക്കുന്നത്, വെള്ളമൊഴിക്കുന്നത് സ്വർഗമാ. അവൻ കാറ്റുകൊണ്ട് ആമേൻ മിന്നൽ പിളരുകളെ വളർത്തി. അവൻ മിന്നലുകളെ വരുത്തി നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന
ദൈവം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇനി എന്ത് സംഭവിക്കും? ഇനി അത് ഉണ്ടാകുമോ? ആമേൻ. ഇനിയൊരു ഉയർച്ച ഉണ്ടാകുമോ? ഇനിയൊരു ഭാവി ഉണ്ടാകുമോ? ഈ പരാജയത്തെ നികത്തുവാൻ ആമേൻ ആർക്കെങ്കിലും കഴിയുമോ എന്ന് കേട്ടോ. ആമേൻ. ഇനി എങ്ങനെ ഇതിനകത്തൊരു മാറ്റം വരുമെന്നോർത്ത് നീ വേദനയോടെ ആയിരിക്കുമെങ്കിൽ പരിശുദ്ധാത്മാ പറയുന്നു, നീ വിശ്വാസത്തോടെ നട്ടു, ഇനി വളർത്തുന്നത് സ്വർഗമാ. നിന്റെ തലമുറയെ നീ വിശ്വാസത്തോടെ നട്ടു. പരിശുദ്ധാത്മാ പറയുന്നു, അത് മരുഭൂമിയിലാണ് നട്ടതെങ്കിലും അതൊരു മരുഭൂമിയാ, അതൊരു മരുഭൂമിയാ. ആമേൻ, ഹല്ലേലൂയ. പകുതി വഴിയിൽ പട്ടുപോകുന്ന മരുഭൂമി. സ്വർഗം പറയുന്നു, നിന്നോടവൻ നടാനാ പറഞ്ഞത്, ബാക്കി ചെയ്യുന്നത് സ്വർഗമാ. ഉണങ്ങി വരണ്ട തകർച്ചയുടെ അനുഭവത്തിൽ കിടക്കുന്ന നിന്റെ തലമുറയുടെ ഭാവികളെ ഏറ്റവും ശ്രേഷ്ഠമാക്കുവാൻ സ്വർഗത്തിലെ അപ്പന് കഴിയും. ഹല്ലേലൂയ. വരണ്ട നിലങ്ങളെ ആമേൻ നീരോട്ടമുള്ളതാക്കി തീർക്കുവാൻ കഴിവുള്ള ഒരു സർവശക്തനായ ദൈവത്തിന്റെ മുമ്പിൽ ആമേൻ ഞാനും നിങ്ങളുമായിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തോടെ പറയുവാൻ കഴിയണം. ആമേൻ, ഹല്ലേലൂയ. അവൻ മുറിക്കുന്നവനും മുറിവ് കെട്ടുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒരു സമയം ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ഒത്തിരി ആമേൻ ഓടി നടന്നല്ലോ. സ്വർഗം പറയുന്നു, വില കൊടുക്കേണ്ട സമയം അടുത്തിരിക്കുന്നു. ആമേൻ. നിലവിളിച്ച് വില കൊടുക്കേണ്ട സമയം. ഹാഗർ തന്റെ തലമുറയുമായി ആമേൻ, ആമേൻ, ഹല്ലേലൂയ, വെള്ളം തീർന്നു, ഭക്ഷണം തീർന്നു. ആമേൻ. മരണത്തിന് വേണ്ടി നിലവിളിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നു, ഹാഗർ ഇപ്രകാരം ചിന്തിച്ചു കാണു, പൈതൽ മരിക്കുന്നതിന് മുമ്പേ നീ എന്റെ ജീവനെ എട് കർത്താവേ, ഈ പൈതലിന്റെ മരണം എനിക്ക് കാണുവാൻ കഴിയത്തില്ല. സ്വർഗം പറയുന്നു, അങ്ങനെ ഒരു നിലവിളി ആമേൻ നിന്റെ കുടുംബത്തിനകത്ത് എഴുന്നേൽക്കട്ടെ. ചില ഹാഗർമാർ എഴുന്നേൽക്കട്ടെ. ചില മരണം എനിക്ക് കാണണ്ട, ചില നാശം എനിക്ക് കാണണ്ട. ആമേൻ. ചില വേദനകൾ എനിക്ക് കാണണ്ട, ചില നിന്ദകൾ എനിക്ക് കേൾക്കണ്ട, ചില പരാജയം എനിക്ക് കാണണ്ട. നിലവിളിച്ചു തുടങ്ങിക്കോ. ഹാഗർമാരെ അതിന്റെ തലമുറയെ സ്വർഗം തൊടുന്നു. ശംതന ഹടക ശിയാംതന അടകത്തുനി ധികാനഗടക ശംതനാരകൾ പ്രൗഢമന വൈഡാരകാല ഗടക ശിധീബൽ പ്രൗഢ ശംതാരകന ആർത്തുനാരകൾ ശമനഗടകശിയ വൈഡമന ധീബലഗടക ശംതനാരകൾ കടകശി. ഹല്ലേലൂയ. ആമേൻ. കരയുന്ന നിന്റെ കണ്ണുനീരുകൾക്ക് സ്വർഗം ഒരു പ്രതിഫലം തരുന്നുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരയുന്ന നിന്റെ കണ്ണുനീരുകൾക്ക് ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം. ഹല്ലേലൂയ. അത് താമസിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. നിന്റെ പ്രത്യാശയ്ക്ക് അവൻ ഭംഗം വരുത്തത്തില്ല. നിന്റെ കഷ്ട ദിവസത്തിൽ അവൻ നല്ലൊരു ശരണമാണ്, അവൻ നല്ല കോട്ടയാണ്, അവൻ നിന്റെ ബലമാണ്. ആമേൻ, ഹല്ലേലൂയ. നിന്റെ വേദനയിൽ നിന്നെ ആശ്വസിപ്പിക്കുന്ന നല്ല കർത്താവ്, ഒരു സ്നേഹിതനേക്കാൾ ആമേൻ, ഹല്ലേലൂയ, ഒരു കൂട്ടു സഹോദരങ്ങളെക്കാൾ നിന്നെ ഏറ്റവും അധികം ആശ്വസിപ്പിക്കുന്ന ആ ദൈവത്തിന്റെ സ്നേഹം ഒന്ന് തിരിച്ചറിയുവാൻ മനസ്സ് വെക്കുന്നു. നിന്റെ ലോകത്തിന്റെ വിധി എഴുത്തുകളെ മാറ്റി എഴുതുവാൻ കഴിവുള്ള നല്ല കർത്താവ് ഇന്ന് പകലിൽ നിന്റെ അടുക്കൽ വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ഞാൻ എടുത്ത ടോപ്പിക്ക് ഇതല്ല. ഞാൻ എൻ്റെ ഭാഗത്തേക്ക് കടന്നു വരട്ടെ. പരിശുദ്ധാത്മാവ് സംസാരിച്ചത് ആമേൻ ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം ആമേൻ എടുക്കുമ്പോൾ ആമേൻ നമുക്കവിടെ ആമേൻ ആർക്കും വേണ്ടാത്തൊരു കഴുതക്കുട്ടിയെ നമുക്കവിടെ കാണുവാൻ കഴിയും. ഇന്ന് പകലിൽ ഞാൻ ഈ ഹാളിനകത്ത് വന്നിരുന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിച്ച ആമേൻ ആമേൻ വേദഭാഗമാണ്. ആമേൻ മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം ആമേൻ അതിന്റെ 1 മുതൽ വായിക്കുമ്പോൾ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും. അവൻ യെരൂശലേമിനോട് സമീപിച്ച് ഒലിവ് മലയരികെ ബെത്ഫാഗയിലും ബെഥാന്യയിലും എത്തിയപ്പോൾ അവൻ ശിഷ്യന്മാരിൽ 2 പേരെ അയച്ച് അവരോട്, നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവീൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽ എനിക്കറിയത്തില്ല, ഞാൻ ഇവിടെ പ്രാർത്ഥിക്കുന്ന സമയം പരിശുദ്ധാത്മാവ് എന്നോട് ഇപ്രകാരം ദൂത് പറയുവാൻ പറഞ്ഞു. ആമേൻ. ചില വ്യക്തികളെ നിനക്ക്
ഓപ്പോസിറ്റ് ഉള്ള ഗ്രാമത്തിലേക്ക്, നിനക്ക് ഓപ്പോസിറ്റ് ദിശയിലേക്ക്, ചില ഭവനങ്ങളിലേക്ക് അയക്കുവാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഓപ്പോസിറ്റ് ദിശയിലേക്ക് പരിശുദ്ധാത്മാവ് ഒരു യാത്രയെ ചില വ്യക്തികൾക്ക് വേണ്ടി ഒരുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതെന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ, ആമേൻ, കെട്ടപ്പെട്ട് കിടക്കുന്ന, ആർക്കും വേണ്ടാത്ത, ഒന്നിനും കൊള്ളാത്ത, ഒന്നിനും പ്രയോജനമില്ലാത്ത ഏതിനെയൊക്കെ കെട്ടഴിച്ചു പുറത്തു കൊണ്ടുവരുവാൻ, കെട്ടില്ലാത്ത, ബന്ധനമില്ലാത്ത ചിലതിനെ പരിശുദ്ധാത്മാവ് അഭിഷേകത്താൽ, ആമേൻ, എതിർ ദിശയിലേക്ക്, ആമേൻ, എതിർ ഗ്രാമങ്ങളിലേക്ക്, ഓപ്പോസിറ്റ് സൈഡുകളിലേക്ക് പരിശുദ്ധാത്മാവ് ദൂതുമായി ചുമ്മാതെയല്ല, ദൂതുമായി അധികാരത്തോടെ, അഭിഷേകത്തോടെ, ആമേൻ, ഹല്ലേലൂയ, ഏറ്റെടുക്കുന്നവർ നല്ല കർത്താവിനെ ദൂത് റിസീവ് ചെയ്ത് സ്വീകരിച്ചു. കർത്താവേ, ഞാനായിരിക്കും ആ കെട്ടപ്പെട്ട് കിടക്കുന്നതിനെ നേടുവാൻ പോകുന്നത്. വിശ്വാസത്തോടെ പറ. ജൂഡബബ ശംതന ഹതനഘടകശി. ചില തിരഞ്ഞെടുപ്പുകൾ ദൈവം ചില വ്യക്തികളെ ഏൽപ്പിക്കുവാൻ പോകുക. അവൻ തെരഞ്ഞെടുത്ത 2 ശിഷ്യന്മാർ, ആമേൻ, അവരെയാ കർത്താവ്, ആമേൻ, ആമേൻ, എതിർ ഗ്രാമത്തിലേക്ക്, ആമേൻ, അയച്ചത്. അങ്ങനെയെങ്കിൽ ആ തെരഞ്ഞെടുത്ത കൂട്ടത്തിൽ അപ്പ ഞാൻ ഉണ്ടാകണമേ. ചിലതിനെ പിടിച്ചടക്കുവാനുള്ള അധികാരം. ജൂഡബബ ശംതന വൈഡ രഗശിയാംതനെ അത്തനഗശിയാംതന അൽഗൽ പ്രൗഢമന ധീബലഘടകശി അർത്ഥന രഗൽ പ്രൗഢമന ധീബലഘടക ശംധാരകന. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അധികാരത്തോടെ ചിലതിനെയൊക്കെ കർത്താവ്, ആമേൻ, അയക്കുവാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. അധികാരത്തോടെ ചിലതിനെയൊക്കെ സ്വർഗ്ഗം അയക്കുവാൻ പോകുക. ജൂഡബബ ശംധന അത്തനഗശിയാംതനെ വൈഡമന ധീബലഘടക ശംധാരകന അർത്ഥുന രഗൽ പ്രൗഢമന ഹതനഘടകശി. യേശുവിന്റെ നാമത്തിൽ സ്വർഗ്ഗത്തിലും ഭൂമിക്കും നാഥനായിരിക്കുന്ന യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ മുൻപോട്ട് വിടാൻ കഴിയാതെ വണ്ണം അവകാശം പറഞ്ഞ് വെല്ലുവിളിക്കുന്ന സകല ദുഷ്ട വ്യാപാര മണ്ഡലങ്ങളും യേശുവിന്റെ നാമത്തിൽ Praise the Lord. Hallelujah. Hallelujah. ഇന്ന് പകലൊരു വലിയ അധികാരത്തെ സ്വർഗം പകരുന്നുണ്ട്. Praise the Lord. ഒരു വലിയ അധികാരത്തിന്റെ ശുശ്രൂഷകൾ, ആമേൻ, ചില വ്യക്തികളുടെ ജീവിതത്തിനകത്ത് സ്വർഗം നിറയ്ക്കുവാൻ പോകുക. ഒത്തിരി നാളുകൾ കൊണ്ട് അടയപ്പെട്ട് കിടക്കുന്ന ചില വ്യക്തികൾ, ആമേൻ, ഭവനത്തിനകത്ത് നിന്ന് പുറത്തിറങ്ങാൻ പറ്റാതെ, ആമേൻ, അടഞ്ഞു കിടക്കുന്ന ചില വ്യക്തികൾ ഇന്ന് പകലിൽ ചിലതിനെയൊക്കെ കതക് തുറന്ന് സ്വർഗം പരിശുദ്ധാത്മാവിനാൽ നിയോഗം നൽകി പരിശുദ്ധാത്മാവ് പുറത്തെടുക്കുവാൻ പോകുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് യേശു കർത്താവ്, ആമേൻ, 2 ശിഷ്യന്മാരെ, ആമേൻ, ഏതൊരു ഗ്രാമത്തിലേക്ക് ഇതാ, ആമേൻ, പറഞ്ഞു വിടുകയാണ്. പ്രൈസ് ദി ലോർഡ്, ആമേൻ. എല്ലാവർക്കും അറിയാം, ആമേൻ, സ്വർഗം ഒന്നിനെ കണ്ടിട്ടുണ്ടെങ്കിൽ, ഒരു സ്ഥലത്ത് പോവാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്നോടൊരു കാര്യം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെറുതെ ആയിരിക്കത്തില്ല. ദൈവത്തിന് എന്തെങ്കിലും ഒരു പ്ലാനിങ്ങും പദ്ധതിയും കാണും. ഹല്ലേലൂയ. ഇന്ന് നീ ആയിരിക്കുന്ന ഓരോ സാഹചര്യങ്ങളും, ഇന്ന് നീ ആയിരിക്കുന്ന ഓരോ മേഖലകളും ദൈവത്തിന് അറിയാം. പ്രൈസ് ദി ലോർഡ്. നീ എന്തായിരിക്കണം, എവിടെയായിരിക്കണം, എങ്ങനെയായിരിക്കണം, നീ ഏതൊക്കെ കഷ്ടത്തിലൂടെ കടന്നു പോകണം, ഏതൊക്കെ വ്യക്തികളുടെ കരങ്ങളിൽ നീ ഏൽപ്പിക്കപ്പെടണം, എവിടെയൊക്കെ നീ നിന്ന കേൾക്കണം, എവിടെയൊക്കെ നീ ചാട്ടവാർ അടികൊള്ളണം, എവിടെയൊക്കെ നീ പ്രശ്നങ്ങൾക്കകത്ത് കടന്ന് ഒരു പൊന്നിലെ പോലെ പുറത്തു വരണം. ദൈവത്തിന് സകലതും അറിയാം. കാരണം അവനെ മറഞ്ഞ് ഈ ലോകത്തൊന്നുമില്ല. അവനെ ഒളിച്ച് നമുക്കൊന്നും ചെയ്യുവാനും കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ, അതിൽ കടന്നാൽ, ആമേൻ, ഉടനെ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. പ്രൈസ് ദി ലോർഡ്. അതിനെ അഴിച്ചു കൊണ്ടുവരുവിൻ. ആമേൻ. വചനം വ്യക്തമായി പറയുന്നു, ഇന്ന് വരെ ആരും കയറിയിട്ടില്ലാത്ത, ആമേൻ, ഇന്ന് വരെ ആരും തിരിഞ്ഞു നോക്കാത്ത, ആമേൻ, ആമേൻ, ആർക്കും വേണ്ടാത്തത് കൊണ്ടാണല്ലോ, ആർക്കും ഇഷ്ടമില്ലാത്തത് കൊണ്ടാണല്ലോ ആ കഴുതയെ അന്ന് വരെ ആരും അഴിക്കാത്തതും ആ കഴുതയുടെ അടുത്ത് ചെല്ലാത്തതും, ആമേൻ, അത്രത്തോളം വൃത്തിഹീനമായി കിടക്കുന്ന കഴുത, ആമേൻ, 4 പേരുടെ മുമ്പിൽ പറയുവാൻ ഒരു യോഗ്യതയും, എന്നെയും നിങ്ങളെയും പോലെ മറ്റുള്ളവർക്ക് പറയുവാൻ, ആമേൻ, കണ്ടുപിടിക്കുവാൻ ഒരു നല്ല ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ഒരു കഴുത. ഇന്ന് പകലിൽ നമ്മൾ ആ കഴുതയായി മാറണം. നമ്മുടെ സ്വന്തം, ആമേൻ, ആമേൻ, പ്രശംസയെല്ലാം വിട്ട്, നമ്മുടെ സ്വന്തം അഹങ്കാരങ്ങളെല്ലാം വിട്ട്, സ്വന്തം നിഗളങ്ങളെല്ലാം വിട്ട്, ഞാൻ എന്തോ ആണ്, എൻ്റെ ബലം കൊണ്ട് എന്തൊക്കെയോ നേടി, ആമേൻ, എൻ്റെ പണം കൊണ്ട്, എൻ്റെ സാമർത്ഥ്യം കൊണ്ട്, നോ, ആ പണം കൊണ്ട് നിനക്ക് മേളിൽ പോകാൻ പറ്റത്തില്ല.
നൽകുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആരെങ്കിലുമൊക്കെ ചുറ്റുമുണ്ടെങ്കിൽ ആമേൻ എന്തെങ്കിലുമൊക്കെ കൊള്ളാമെന്ന് ആരെങ്കിലും പറഞ്ഞ് പ്രശംസിച്ച് നിന്നെ തൂക്കിയെടുത്തിട്ടുണ്ടോ? അവരൊക്കെ കൊണ്ടറിയും. പ്രൈസ് ദി ലോർഡ്. അവരൊക്കെ കൊണ്ടറിയോ. ആമേൻ. ഹല്ലേലൂയ. എറിഞ്ഞു കളയുമ്പോഴാ നീ ചിന്തിക്കുന്നേ, അയ്യോ ഞാനൊരു കഴുതയാ. പ്രൈസ് ദി ലോർഡ്. എറിയുന്നതിന് മുമ്പേ തിരിച്ചറിഞ്ഞോ, ഞാനൊരു കഴുതയാ. ആർക്കും വേണ്ടാത്തൊരു കഴുതയാ. ബുദ്ധി ഇല്ലെന്ന് പറയുന്ന കഴുതയാ, യോഗ്യത ഇല്ലെന്ന് പറയുന്ന കഴുതയാ, സൗന്ദര്യം ഇല്ലെന്ന് പറയുന്ന കഴുതയാ, ആരോഗ്യമില്ലെന്ന് പറയുന്ന കഴുതയാ. ഒരു യോഗ്യതയും സാമ്പത്തികമോ പ്രശംസയോ വിദ്യാഭ്യാസമോ പറയുവാൻ ഒരു യോഗ്യതയും ഇല്ലാത്ത കഴുതയാ. ആമേൻ. എന്റെ കുടുംബം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ പറഞ്ഞു നോക്കിക്കേ, അങ്ങനെ ഒരു സമർപ്പണത്തിനോട്ട് നീ ഒന്ന് വീണു നോക്കിയേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിനകത്ത് സന്തോഷമുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. നിന്റെ കുടുംബത്തിനകത്ത് സമൃദ്ധി ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് എന്തുകൊണ്ടാ ഒത്തിരി കുടുംബ ജീവിതങ്ങൾ തകരുന്നത്? ആമേൻ. ഒത്തിരി കുടുംബ ബന്ധങ്ങൾ എന്താ തകരുന്നത്? ഞാനെന്ന ഭാവം, നികളഭാഗം. ആമേൻ. എന്റെ കൈകൊണ്ടേ നടക്കത്തുള്ളൂ. ആമേൻ. ഞാൻ പറയുന്നത് പോലെ നടക്കത്തുള്ളൂ. എന്റെ വിദ്യാഭ്യാസം, എന്റെ പണം ഞാൻ നേടി. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഇത് കുടുംബങ്ങൾക്കകത്ത് സ്നേഹം ഉണ്ടാക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കുടുംബ ബന്ധങ്ങൾക്കകത്ത് വിള്ളലുകൾ ഉണ്ടാകും. കുടുംബങ്ങൾ തകരും. പ്രൈസ് ദി ലോർഡ്. വേദനപ്പെടുത്തുന്ന കുത്തുവാക്കുകൾ, പരിഹസിക്കപ്പെടുന്ന വാക്കുകൾ. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ആമേൻ ആമേൻ ഇറങ്ങി തിരിച്ചപ്പോ ആമേൻ ഒരു കഴുത എന്ന ഭാവത്തിലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എവിടെയൊക്കെയോ എന്തൊക്കെയോ തന്ന് കർത്താവ് നിർത്തിയപ്പോൾ പിന്നെ അത് കാട്ടുകഴുതയായി മാറി. ഒറിജിനൽ സ്വഭാവം. ആമേൻ ആമേൻ. ഇന്ന് പകലിൽ ആമേൻ വ്യക്തികളെ തിരിച്ചറിഞ്ഞോ, പരിശുദ്ധാത്മാവ് പ്രാപിച്ച വ്യക്തികളെ തിരിച്ചറിഞ്ഞോ, ഒരു കഴുതയായി മാറുവാൻ, ഒന്നിനും കൊള്ളാത്ത, ഒന്നിനും യോഗ്യതയില്ലാത്ത, ആർക്കും വേണ്ടാത്ത ഒരു കഴുതയായി നീ മാറുവാൻ തയ്യാറായാൽ പ്രൈസ് ദി ലോർഡ്, നിന്നെ സ്വർഗം കാണും. ആമേൻ. ലോകം നിന്നെ അംഗീകരിച്ചില്ലെങ്കിലും നിന്നെ അംഗീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു നടക്കുന്ന ഒരു കഴുതയെ ആർക്കും വേണ്ട. ആമേൻ ആമേൻ. അന്ന് വരെ ആരും കയറിയിട്ടില്ലാത്ത, പ്രൈസ് ദി ലോർഡ്, വചനം വ്യക്തമായി പറയുന്നു, അന്ന് വരെ ആരും കയറിയിട്ടില്ലാത്ത, ആരും ആ ഭവനത്തിൽ ചെന്നില്ല എന്നതാണ് സത്യം. അന്ന് വരെ ആ കഴുതയെ ആരും തിരിച്ചറിഞ്ഞില്ല എന്നതാണ് സത്യം. പ്രാർത്ഥിക്കുന്ന മാതാവേ, പ്രാർത്ഥിക്കുന്ന സഹോദര, പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, നിന്നെ ഒരുപക്ഷെ കരയുന്ന നിന്നെ, പ്രാർത്ഥിക്കുന്ന നിന്നെ, ഉപവസിക്കുന്ന നിന്നെ ആരും കണ്ടില്ലായിരിക്കാം. പക്ഷേ ആമേൻ എത്ര കിലോമീറ്ററുകൾക്കകന്നിരുന്നാലോ നിന്നെ കാണുന്ന ഒരുവരുണ്ട്. നിന്റെ നടപ്പും ആമേൻ ഇരിപ്പും കിടപ്പും നിന്റെ നിലവുകളോ നിന്റെ ചിന്തകളോ നിന്റെ നടപ്പും ആമേൻ നീ ഉറങ്ങുന്നതും എഴുന്നേൽക്കുന്നതും സകലതും നന്നായി കാണുന്ന ഒരുവനുണ്ട്. ആമേൻ. അവൻ നിന്നെ കണ്ടാൽ മതി. പ്രൈസ് ദി ലോർഡ്. ലോകം കണ്ടാൽ നിന്നെ ആമേൻ 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 മറുകാൽ തള്ളി നിന്നെ ദൂരെ വലിച്ചെറിയും, ഒരു പന്ത് പാറിക്കുന്നത് പോലെ. പക്ഷെ അവരൊന്നും നിന്നെ അംഗീകരിക്കേണ്ട. പ്രൈസ് ദി ലോർഡ്. നിന്നെ കാണുന്ന ഒരുവനുണ്ട്. അവൻ ഒരു ദിവസം ലോകത്തോട് വിളിച്ചു പറയും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. കരയുന്ന നിന്റെ കണ്ണുനീരുകൾക്ക് സ്വർഗം പ്രതിഫലം തരുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. ആ കഴുത കയറഴിച്ച് അവൻ എതിർ ഗ്രാമത്തിൽ നിന്ന് യേശുവിന്റെ അടുക്കലും ശിഷ്യന്മാരുടെ അടുക്കലും വന്നു എന്നാണ് വചനം പറഞ്ഞത്. ഇല്ല. ആമേൻ. സ്വർഗം കണ്ടു. ആമേൻ. വർഷങ്ങൾ കൊണ്ട് ബന്ധിക്കപ്പെട്ട് കിടന്ന ആ കഴുതയെ ആമേൻ സ്വർഗം കണ്ടു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ചിന്തിച്ചു, കഴുതേ, ഇനി ആരും കയറിയിട്ടില്ലാത്ത നിന്നെ എനിക്ക് ആവശ്യമുണ്ട്. വർഷങ്ങൾ കൊണ്ട് അധ്വാനിച്ചിട്ട് ഒന്നിനോടൊന്ന് കൂട്ടുവാൻ കഴിയാത്തവണ്, വിദ്യാഭ്യാസമുണ്ട്, സകലതുമുണ്ട്, ഒത്തിരി നാൾ കൊണ്ട് നീ ആലോചിക്കുന്നത് ആ രാജ്യത്ത് കിടന്ന് രക്ഷപ്പെടുവാൻ കഴിയാതെ വണ്ണം ഒരു കഴുതയെ പോലെ ആമേൻ എന്നെ ആരും കാണുന്നില്ലല്ലോ, എന്നെ ആരും അറിയുന്നില്ലല്ലോ, ആമേൻ എന്റെ ജീവിതത്തെ ആരും കാണുന്നില്ലല്ലോ. എവിടെയൊക്കെ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ചില കഴുതമാരെ പരിശുദ്ധാത്മാവ് ഇന്ന് പകല് ചില ആമേൻ രഹസ്യ റൂമുകളിലേക്ക് ജൂഡബബ ശബ്ദന അഥനഘടക ശിയാംതന അടകത്തുനി റികൽഘടക ശിയാംതന ആമേൻ എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവ് നിന്നെ കാണുന്നുണ്ട്. നീ ഒരു കഴുതയാണെന്ന് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ അത് നിന്നെ സ്വർഗ്ഗ പുറത്തെടുക്കാനാ. ജൂഡബബ ശംതന ഹടക ശിയാംതന അൽഗൽ പ്രൗഢവന ദീപല ഘടകശി അർത്ഥന വൈഡൽ ഘടക ശിയാംതന ആമേൻ. ഹല്ലേലൂയ.
ആമേൻ, ആ കഷ്ടത്തിൽ കിടക്കുന്ന, ആമേൻ, ആർക്കും പ്രയോജനമില്ലാതെ കിടക്കുന്ന, ഒന്നിനും വേണ്ടാതെ കെട്ടിയിട്ടിരിക്കുന്ന ഒരു കഴുത. പ്രൈസ് ദി ലോർഡ്. കഴുത ഒരു പക്ഷെ ചിന്തിച്ചിട്ടുണ്ടാവുക, ആമേൻ, ഈ കെട്ടെന്ന് പൊട്ടിച്ചിരുന്നെങ്കിൽ എവിടെയെങ്കിലും ഓടി രക്ഷപ്പെടാമായിരുന്നു, എന്നെ ആരെങ്കിലും ഒക്കെ അംഗീകരിക്കുമായിരുന്നു. എനിക്കറിയത്തില്ല, ഇതൊരു ദൂത കേട്ടോ. ആമേൻ, ഇതെനിക്ക് എങ്ങനെ വ്യാഖ്യാനിച്ചു തരണമെന്ന് എനിക്കറിയത്തില്ല. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഈ ഹാളിനകത്തും ഈ വീഡിയോയിലൂടെയും എന്റെ ശബ്ദം ലോകരാജ്യങ്ങളിൽ കേൾക്കുന്ന സഹോദരങ്ങളെ, ഒത്തിരി നാളുകൾ കൊണ്ട് ചിന്തിക്കുന്നത് ഇതിനെ ഒന്ന് പൊട്ടിച്ചെറിഞ്ഞിട്ട് എങ്ങോട്ടെങ്കിലും ഒന്ന് ഓടി രക്ഷപ്പെടാമെന്ന്. നോനോ, പറ്റത്തില്ല. ആമേൻ, കെട്ടിയതും അവന്, കെട്ടഴിഞ്ഞു പുറത്തു തരുവാൻ ആമേൻ അവസരം ഒരുക്കുന്നതും സ്വർഗമാ. പ്രൈസ് ദി ലോർഡ്. വർഷങ്ങൾക്ക് മുമ്പ് നിന്നെ ലോകം കെട്ടിയൊതുക്കിയെങ്കിൽ ആമേൻ സ്വർഗത്തിനറിയാം അവന് നിന്നെ ആ കെട്ടിൽ നിന്ന് കുരുക്കുകളെ അഴിച്ചു പുറത്തു കൊണ്ടുവന്നു. ആമേൻ, ചിലരൊക്കെ നീ ആമേൻ നിന്നാൽ അറിയപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ, ആർക്കും വേണ്ടാതെ കിടക്കാനും ഒരു സമയമുണ്ട്, നിനക്കൊരു നല്ല കാലവുമുണ്ട്. ആമേൻ, നിനക്കൊരു തീയതായിട്ടുള്ള സമയമുണ്ടെങ്കിൽ നിനക്ക് അഭിവൃദ്ധിയിൽ ഇരിക്കാനോ, നിനക്ക് ഉയർച്ച പ്രാപിക്കുവാനോ, നിനക്ക് മേൽത്തരമായി നൽകുവാനും ഒരു സമയമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സഭാപ്രസംഗിയിൽ ആ കാലങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നു. താണിരിക്കുവാൻ ഒരു സമയമുണ്ടെങ്കിൽ നിനക്ക് ഉയർച്ചയിൽ ഇരിക്കുവാനും ഒരു സമയമുണ്ട്. കഷ്ടത്തിൽ ഇരിക്കുവാനും ഒരു സമയമുണ്ടെങ്കിൽ, ദാരിദ്ര്യത്തിൽ ഇരിക്കുവാനും ഒരു സമയമുണ്ടെങ്കിൽ, അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുവരുവാനും ദൈവത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ഒത്തിരി കാലം കൊണ്ട് ചിന്തിക്കുന്നത് ഈ കെട്ടൊന്ന് ആരെങ്കിലും അഴിച്ചെങ്കിലും വിട്ടെങ്കിൽ. ആമേൻ, ആമേൻ, എനിക്കറിയത്തില്ല. ഒത്തിരി നാളത്തെ ചില കരയുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾക്കകത്തേക്ക് രാജ്യങ്ങൾ കടന്നു, ആമേൻ, കടലുകൾ കടന്നു. ആമേൻ, ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അടുക്കൽ എത്തിയിട്ടുണ്ട്. ചില കെട്ടപ്പെട്ട് കിടക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ, ചില കെട്ടപ്പെട്ട് കിടക്കുന്ന വ്യക്തികൾ, ചില കുടുംബങ്ങൾക്കകത്തോ, ചില രാജ്യങ്ങൾക്കകത്തോ, ആമേൻ, ചില പട്ടണങ്ങൾക്കകത്തോ, ആർക്കും വേണ്ടാതെ കീറാമുട്ടിയായി കിടക്കുന്ന നിന്റെ ജീവിതത്തിലെ ലോകത്തിന്റെ വിധിയെഴുത്തുകളെ മാറ്റിയെഴുതി നിന്റെ തലമുറയിൽ, ആമേൻ, വിദ്യാഭ്യാസത്തിൽ, കുടുംബ ജീവിതത്തിൽ, തൊഴിലിൽ, ആമേൻ, മാനിക്കുവാൻ ആമേൻ ദൈവത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ കർത്താവിതാ രണ്ട് ശിഷ്യന്മാരെ ആമേൻ ആ കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്ന കെട്ടിൽ നിന്ന് അഴിക്കുവാൻ ഇതാ പറഞ്ഞു വിടുന്നു. പ്രൈസ് ദി ലോർഡ്. ഇത് ചെയ്യുന്നത് എന്തിനെന്ന് ആരെങ്കിലും ചോദിച്ചാൽ കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറവീൻ, അതോടെ ഇവരുടെ വായടയും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ചിലത് നിനക്ക് മുൻപേ ദൂതനെ അയച്ചോ, ചിലത് ക്രമീകരിച്ചിട്ട് ദൈവം നിന്നെ ചില വിഷയങ്ങൾക്കകത്തോ മറുപടി തരത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇന്ന് അനുഭവിക്കുന്ന ചില പ്രതിസന്ധികളൊക്കെ അതിന്റെ ചില മുന്നോടികളാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം ചിലത് വരുത്തിയിട്ട്, ചില വായികളെ അടച്ചിട്ട്, ചില സ്ഥാനത്ത് നിന്നെ പുറത്തു കൊണ്ടുവരത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങേ അവൻ ക്ഷണത്തിൽ ആമേൻ ആമേൻ അതിനെ ഇങ്ങോട്ട് അയക്കുമെന്ന് പറഞ്ഞു. അവർ പോയി തെരുവിൽ പുറത്ത് വാതിൽക്കൽ കഴുതക്കുട്ടിയെ കെട്ടിയിട്ടിരിക്കുന്നത് കണ്ട് അതിനെ അഴിച്ചു. ആമേൻ. അവിടെ നിന്നവർ ചോദിച്ചപ്പോൾ ആമേൻ ഹല്ലേലൂയ അവർ തിരിച്ചു പറഞ്ഞ മറുപടി ആമേൻ യേശുവിന് ആമേൻ ഇവയെ കൊണ്ട് ആവശ്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആർക്കും വേണ്ടാതെ ആമേൻ ഹല്ലേലൂയ ഒന്നിനും കൊള്ളാതെ കിടന്ന കഴുതക്കുട്ടിയെ എന്തിനാ സ്വർഗം പുറത്തെടുത്തത്? ആമേൻ മാനപാത്രമാക്കി തീർക്കുവാൻ. ഒരു ഹീനമായി കിടന്ന കഴുതയോ ആമേൻ ഒന്നിനും കൊള്ളാത്ത, അന്ന് വരെ ആരും അറിയപ്പെടാത്ത, അന്ന് വരെ ആർക്കും വേണ്ടാത്ത നിന്നെ ആമേൻ സ്വർഗം പുറത്തു കൊണ്ടുവന്നുവെങ്കിൽ എനിക്കറിയത്തില്ല. ആമേൻ ചില വ്യക്തികളോട് പരിശുദ്ധാത്മ വിരൽ ചൂണ്ടുന്നു. നിന്നെ ഒരു മാനപാത്രമാക്കി ഇന്ന് വരെ നിന്റെ കുടുംബത്തിനകത്ത് ഇല്ലാത്ത പ്രശ്നം നീ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്വർഗം പറയുന്നു ചില വ്യക്തികളൊക്കെ ആമേൻ നിന്റെ പേരിനെ അവൻ വലുതാക്കുവാൻ പോകുന്നു. ആമേൻ ചിലർ നിന്നെ അറിയുവാൻ പോകുന്നു. ഇന്നലെ വരെ ആർക്കും വേണ്ടാത്ത കെട്ടപ്പെട്ട കഴുതയായിരുന്നു നീ. സ്വർഗം പറയുന്നു ആ കെട്ട് മതി, ആ ബന്ധനത്തെ അവൻ അറുത്തു. ചില താമ്രവാതിലുകളെ പൊളിച്ചു. ആമേൻ ചില ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു. ജൂഡബബ ശംതന ഹടകസിയ അഥനഘടക ശംതനാരകൾ പൗഡവന ആമേൻ സ്വർഗം നിന്നെ പുറത്തെടുക്കുവാൻ പോകുക. എത്ര പേർ പറയുന്നു അപ്പാ ആർക്കും വേണ്ടാത്തൊരു കഴുതയാ, ആർക്കും വേണ്ടാത്തൊരു കഴുതയാ ഞാൻ. എൻ്റെ ഭർത്താവിന് വേണ്ട, എൻ്റെ മക്കൾക്ക് വേണ്ട, എൻ്റെ മരുമക്കൾക്ക് വേണ്ട, എൻ്റെ സഭയ്ക്ക് വേണ്ട, ആർക്കും എന്നെ വേണ്ട. ഇന്ന് പകൽ നീ നിലവിളിച്ചോ. ആർക്കും വേണ്ട
കണ്ണുകൾ ചില നിമിഷം നടഞ്ഞാട്ടി. അപ്പാ, ആർക്ക് വേണ്ടാത്തൊരു കഴുതക്കുട്ടിയാ കർത്താവേ ഞാൻ, ആർക്ക് വേണ്ടാത്തൊരു കഴുതയാ കർത്താവേ ഞാൻ. ആമേൻ. പറയുവാൻ ഒരു യോഗ്യതയില്ലാത്ത, പുകഴുവാൻ ആമേൻ ഒരു യോഗ്യതയുമില്ലാത്ത, നിഗളിക്കുവാൻ ഒരു യോഗ്യതയുമില്ലാത്ത, അഹങ്കരിക്കുവാൻ ഒരു യോഗ്യതയുമില്ലാത്ത ഒരു കഴുതയാ കർത്താവേ എന്നെ ലോകം എവിടെയൊക്കെ ബന്ധിച്ചാക്കിയിരിക്കുന്നു കർത്താവേ. ഞാൻ പുറത്തു വരുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ആത്മീക ജീവിതത്തിൽ, എൻ്റെ കുടുംബ ജീവിതത്തിൽ, എൻ്റെ വിദ്യാഭ്യാസത്തിൽ, ഞാനായിരിക്കുന്ന രാജ്യത്ത്, എന്നെ നീ ആക്കിയിരിക്കുന്ന ശുശ്രൂഷ മേഖലയിൽ ഞാൻ പുറത്തു വരുവാൻ ആഗ്രഹിക്കുന്ന കർത്താവേ. ആമേൻ. നീ എന്നെ പുറത്തു കൊണ്ടുവരണമേ. ഒത്തിരി നാളുകൾ കൊണ്ട് ശ്രമിക്കുന്നുണ്ട്, ഒരു ജോലിക്ക് വേണ്ടി വളരെ അധ്വാനിക്കുന്നുണ്ട്, ഒന്നിനോടൊന്നും കൂട്ടുവാൻ കഴിയുന്നില്ല. ആമേൻ. നല്ല ജോലിയില്ല, വല്ലാതെ കരയുന്നുണ്ട്. അപ്പൻ എനിക്ക് വേണ്ടി പുറത്തു കൊണ്ടുവരണമേ. ആമേൻ. എന്നെ നീ പുറത്തു കൊണ്ടുവരണമേ. എന്നെ ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരണമേ. എന്റെ തലമുറയെ പുറത്തു കൊണ്ടുവരണമേ. എന്റെ കടബാധ്യതയിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരണമേ. ചൂടബബ ശംധന ഹടകശിയ അധന ഘടക ശംധനാരകൾ പ്രൗഢമനഃ. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി അടിയൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടിയന്റെ മുമ്പിലായിരിക്കുന്ന ഈ ജനത്തെ കർത്താവ് അനുഗ്രഹിക്കണമേ. അവരായിരിക്കുന്ന തകർച്ചകളെ സ്വർഗം പണിയണമേ. അവരായിരിക്കുന്ന പ്രശ്നങ്ങളെ കർത്താവ് അങ്ങ് കാണുന്നതിനായി സ്തോത്രം. ആർക്കും വേണ്ടാത്ത ചില കഴുതകളെ ഇന്ന് പകൽ സ്വർഗം പുറത്തെടുത്തതിനായി സ്തോത്രം. അപ്പൻ പ്രയോജനപ്പെടുത്തുന്നതിനായി സ്തോത്രം. അപ്പ ശാരീരികമായിട്ടുള്ള ഒത്തിരി ബലഹീനതയിലും അടിയനെ ഇത്രയും സമയം ദൈവോചന ശുശ്രൂഷിപ്പാൻ കർത്താവ് ബലപ്പെടുത്തിയതിനായി സ്തോത്രം. കഴിവല്ലപ്പ, അങ്ങയുടെ കൃപയാ കർത്താവേ. ആമേൻ. അടിയന്റെ ജ്ഞാനമല്ല, അപ്പന്റെ ജ്ഞാനമാ കർത്താവേ. അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു, യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.